ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്നത്തെ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എപ്പോഴത്തെയും പോലെ രാവിലത്തെ പണികൾ അടിക്കലും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞ് ഇന്ന് എനിക്കൊരു പണി ചെയ്യണം, പ്രത്യേകിച്ചൊരു പണി ചെയ്യണം വിചാരിച്ചിട്ടാണ്. അതായത് ഒരു കാറ് കഴുകൽ. ഞങ്ങൾ എപ്പോഴൊന്നും അങ്ങനെ കാറൊന്നും വാഷ് ചെയ്യാറില്ല, അങ്ങനെ കാർ എടുക്കാറുമില്ല, എപ്പോഴെങ്കിലും എടുക്കാറുള്ളത്. ഇപ്പോൾ കുറേ ആയി നിർത്തിയിട്ടിട്ട് ഇന്നലെ ഒരു കാര്യത്തിന് വേണ്ടി എടുത്തപ്പോൾ കാറിൽ മൊത്തം പൊടിയും പക്ഷികളുടെ കാഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിക്കളയാൻ വിചാരിച്ചിട്ട് വന്നിരിക്കണം. ഞാനിങ്ങനെ കഴുകൽ ഈ പ്രഷർ വാഷർ വെച്ച് അടിച്ചു വിടുകയാണ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വെള്ളം ചിലവാകില്ല. അപ്പുറത്തുള്ള ഷോപ്പ് ഉണ്ട്, അവിടെ ഫർണിച്ചറൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അവർക്കൊന്നും ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ കഴുകാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടാണ് കഴുകുക. നമ്മൾ ഓസ് വെച്ചൊക്കെ അടിച്ച് ഒരുപാട് വെള്ളമൊക്കെ പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒന്ന് പൊടിയൊക്കെ അടിച്ച് കളഞ്ഞതിന് ശേഷം കാറിൻ്റെ ഷാമ്പു ഉണ്ട്, അത് വെള്ളത്തിൽ കലക്കിയിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കും. ഗ്ലാസ്സിലേക്ക് വേറെ സ്ക്രബ്ബർ, ബോഡിയിലേക്ക് വേറെ, അങ്ങനെ രണ്ടാളും ഓരോരോ ഭാഗമായിട്ട് ഉരയ്ക്കുകയാണ്. ഉരച്ചൊക്കെ കഴിഞ്ഞ് അതാവൻ ഗ്ലാസ്സിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്, ഞാൻ ബോഡിയൊക്കെ ക്ലീൻ ചെയ്ത് ബാക്ക് വരെ അങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും പ്രഷർ വാഷർ വെച്ച് ഒന്നുകൂടെ അടിച്ചു കൊടുക്കും. അപ്പോൾ ആ ഷാമ്പു ഒക്കെ ഒന്ന് കറക്റ്റായി പോയ പിന്നെയാണ് ബാക്കി പരിപാടി. പ്രഷർ വാഷർ വെച്ച് ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങളടുത്ത് ഇവിടെ കാർ വാഷിൻ്റെ ഷോപ്പുണ്ട്, പക്ഷേ ഞങ്ങളവിടെ കൊടുക്കാറില്ല. ഞങ്ങളിങ്ങനെ തട്ടിക്കൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാറാണ്. ഇതൊക്കെ ശരിയായ രീതിയാണെന്നൊന്നും അറിയില്ല, ഞങ്ങളിങ്ങനെ ചെയ്യാറുള്ളത്. ഇതെങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പോൾ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് തന്നെയാണ് അടിക്കൽ. ഇതൊക്കെ ശരിയാണോ അല്ലേന്നൊന്നും അറിയില്ല. ഇത് വേറെ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക, നമുക്കും അതുപോലെയൊക്കെ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് ഓരോ തുണി വെച്ചിട്ടുണ്ട്. അതായത് ഗ്ലാസ് തുടയ്ക്കാനൊരു സെപ്പറേറ്റ് തുണി, ബോഡി തുടയ്ക്കാൻ വേറെ തുണി, അങ്ങനെ കഴുകിയത് വേറെ സെപ്പറേറ്റ് വെക്കലാണ്. ആ തുണി എടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതേപോലെ തിരിച്ചതേപോലെ ക്ലീൻ ചെയ്ത് ഞാൻ കെട്ടി വയ്ക്കും ഈ തുണികളൊക്കെ. പിന്നെ നന്നായി നനഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഉണങ്ങിയ തുണി എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചു കൊടുക്കും. ഇങ്ങനെയാണ് കാർ വാഷ് ചെയ്യുക ഞങ്ങൾ. ഏകദേശം കാർ വാഷൊക്കെ കഴിഞ്ഞു. കാർ വാഷ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഞങ്ങൾ റിവേഴ്സ് എടുത്തിട്ട് വെളിയിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവിടെ അപ്പുറത്തൊരു സ്കൂട്ടർ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ നനഞ്ഞ് കിടക്കണം. ഇനി വീണ്ടും ഇപ്പം തന്നെ ആക്കിയ ടയറിലൊക്കെ ചളിയാകുമല്ലോ. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ അടുത്തൊന്നും അങ്ങനെയൊന്നും വെറുതെ ഒന്നും പോവില്ല. നമ്മുടെ ഇക്ക വന്നാലാണ് ഫുൾ ഓട്ടം വണ്ടിക്ക്. ഇപ്പോൾ അത്യാവശ്യം ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോയിട്ട് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ റിവേഴ്സ് നോക്കി ഏട്ടനും അനിയനും കൂടെ സൈഡൊക്കെ പറഞ്ഞു തന്ന് ഞാനത് തിരിച്ചെടുക്കണ പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ കാർ പോർച്ച് ഞങ്ങളുടെ ഒരു കോർണറായിട്ടാണ്. അപ്പോൾ അതിങ്ങനെ സ്ട്രൈറ്റായിട്ട് കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ചരിച്ച് വേണം നിൽക്കാൻ. ഒരു ഭാഗം കയറിയും ഒരു ഭാഗം ഇതായിട്ട് വേണം നിൽക്കുക. അപ്പോൾ അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് ഞാനത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. ഒരു കോർണർ പോലെയാണ് ആ ഫ്രണ്ടേജ്, അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തണത്. ഏകദേശം നിർത്തി കഴിഞ്ഞു. അത് അപ്പോഴേക്കും നമ്മുടെ സൈറ്റിൽ ഇൻ്റർലോക്ക് ഇടാൻ രാവിലെ മുതലേ വരും ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വരുമ്പോൾ ഒരുപാട് വൈകി 6 മണിയൊക്കെ കഴിഞ്ഞ് 6:15 കഴിഞ്ഞ പിന്നെയാണ് അവർ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർ ലോഡിങ്ങുകാരൊക്കെ വന്ന് അത് അൺലോഡിങ് ചെയ്ത് അവർക്കുള്ള പൈസയൊക്കെ കൊടുത്ത് പിരിച്ചു വിടാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നോമ്പ് തുറക്കാനും സമയമായി. ഇന്ന് എല്ലാം കൊണ്ടും ഒരു തിരക്ക് പിടിച്ച ദിവസമാണ്. നമ്മുടെ ഇഫ്താറൊക്കെ ഇന്ന് എങ്ങനെയൊക്കെയോ ജ്യൂസുകളാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. വേറെ ഒന്നും കഴിക്കാൻ വേണമെന്നില്ല, ജ്യൂസുകളാണ് മെയിനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനെ തട്ടിക്കൂട്ടി എന്നൊരു ഇഫ്താറാണ്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും. ബൈ.